പാട്ട് നിഴലിൻ്റെ നീർമിഴികളിൽ ഏതോ നാൾ വഴികൾ തേടുന്ന പാട്ട് നേരിൻ്റെ പാട്ട് നന്മയുടെ പാട്ട് തനിയെ വിതുമ്പുന്ന പാണൻ്റെ പാട്ട് നേരിൻ്റെ പാട്ട് നന്മയുടെ പാട്ട് തനിയെ വിതുമ്പുന്ന പാണൻ്റെ പാട്ട് കനവിൻ്റെ കനലാഴിയിൽ ഏതോ നൊമ്പരം പേറുന്ന പാട്ട് നിഴലിൻ്റെ നീർമിഴികളിൽ ഏതോ നാൾ വഴികൾ തേടുന്ന പാട്ട്. ഒരു 3 സെറ്റ് ദോശ. 3 സെറ്റ് ദോശ ടേബിൾ 3ലേക്ക്. മോനെ എനിക്കുള്ള ഫുഡ് എടുത്തടാ. എനിക്കും അത് തന്നെ എടുത്തോളൂ. ടേബിൾ 5ലേക്ക് ജോസഫ് ഏട്ടൻ്റെ ഫുഡ്. സാർ ഇനി എന്തെങ്കിലും? വേണ്ട, ബില്ലെടുത്തോ. ടേബിൾ 7ലേക്ക് ബില്ലെടുത്തോ. ഇല്ല, അതങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല സാറേ ഫുഡ്. സാർ എന്താ വേണ്ടത്? പറഞ്ഞാലോ? സാർ കറി? ചിക്കൻ കറി. ഓക്കെ ഫൈൻ. ടേബിൾ 6ലേക്ക് 2 സെറ്റ് പൊറോട്ടയും ചിക്കൻ കറിയും. നമസ്കാരം, ഇത് ആകാശവാണി തിരുവനന്തപുരം ആലപ്പുഴ കവരത്തി. ഞാൻ ജംഗിൾ ക്ലിഫ് റിസോർട്ടിലാണ് കേട്ടോ, ഞാൻ വിളിക്കാം. ഓക്കെ സാർ ഓർഡർ പ്ലീസ്. ഒരു മിനിറ്റ്. 140, 120, 180, 200, 300. എൻ്റെ ദൈവമേ. കൈ കാശില്ലല്ലേ. 120, 30 രൂപ. ഒരു ലെമൺ ജ്യൂസ്, ഐസ് ക്യൂബൊക്കെ ഇട്ട് കുറച്ച് കോൾഡായിട്ട്. മോനെ കറി കൊള്ളാലോ. ആരാ ഉണ്ടാക്കിയേ? സാർ ഇത് വീണ ചേച്ചിയുടെ കുക്കറി ഷോ യൂട്യൂബിൽ കണ്ടു ഉണ്ടാക്കിയത് സാർ. കൊള്ളാം. താങ്ക്സ് സാർ. നന്നായിട്ടുണ്ട്. മോനെ 2 ചപ്പാത്തിയുടെ കൊണ്ടുവന്നോടാ. മൂപ്പര് നല്ല പുള്ളിങ് ആണല്ലോ. ശരിയാണ്, ഇവിടുത്തെ സ്ഥിരം കസ്റ്റമറാണ്. ആണോ? ആ സാർ, ഇതാ സാറിൻ്റെ പാഴ്സൽ. ശരി മോനെ, ഓക്കെ ഞാൻ അങ്ങോട്ട് പോയേക്കാം. ചേട്ടൻ ലൈം ജ്യൂസ്. ചേട്ടാ അതാരാ? അത് നമ്മളെ ജോസഫ് ഏട്ടൻ.
മൂപ്പർക്ക് പട്ടിയെന്ന് പറയുന്ന ജീവനാണ്. അതെന്താ? ചേട്ടൻ്റെ മോനെ പണ്ടൊരു പട്ടിയാണ് രക്ഷിച്ചത്. പണ്ടൊരു മഴക്കാലത്ത് നടന്ന സംഭവമാണ്. മഴ പെയ്ത് റോഡെല്ലാം വെള്ളക്കെട്ടായി. മൂപ്പരുടെ മോൻ സ്കൂളിൽ നിന്ന് വരുന്ന വഴിക്ക് ഒരു പട്ടി കുരച്ചുകൊണ്ട് അടുത്ത് വന്നു. നാട്ടുകാർ പേപ്പട്ടിയാണെന്ന് കരുതി അതിനെ തല്ലാൻ തുടങ്ങി. ഒടുവിൽ പട്ടിയെ വെള്ളക്കെട്ടിലേക്ക് എടുത്ത് ചാടി. പട്ടി ഷോക്കടിച്ച് ചത്തപ്പോഴാണ് മനസ്സിലായത് ലൈംഗികമായി പൊട്ടിക്കിടക്കുകയാണ്. അന്ന് തുടങ്ങിയതായി പട്ടിയോടുള്ള സ്നേഹം. ഭാര്യ 5 കൊല്ലം മുമ്പ് മരിച്ചു. മകനിപ്പോൾ US ലാണ്. 5 കൊല്ലം മുമ്പ് വന്നതാ. പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ജോസഫ് സാറോ? നമസ്കാരം. മോനെ, എൻ്റെ കാര്യം എന്തായി? സാർ ആ അപേക്ഷ കൊണ്ടുവന്നിട്ടുണ്ട്. സാർ ആ ഡോക്യുമെൻ്റ് ഇതാ. അപ്പോൾ നമ്മുടെ നാട്ടിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന നായ്ക്കൾക്ക് ഒരു നേരത്തെ ഭക്ഷണം. അതെ, അത്രയേ ഉള്ളൂ. നല്ലൊരു ആശയമാണ് സാറിൻ്റെത്. സാറിനെ പോലുള്ള മൃഗസ്നേഹികളെയാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ നാടിന് ആവശ്യം. ഐ റിയലി അപ്രിഷ്യേറ്റ് ദിസ്. എനിക്ക് മാക്സിമം എന്ത് ചെയ്യാൻ പറ്റുമോ അത് ഞാൻ ചെയ്തിരിക്കും. എത്രയും പെട്ടെന്ന് ചെയ്യാൻ നോക്കാം. എന്നാൽ മോനെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാം. ശരി ശരി. അപ്പോൾ ഈ നാട്ടിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന നായ്ക്കൾക്ക് ഒരു നേരത്തെ ഭക്ഷണം. നല്ലൊരു ആശയമാണ്. ഭയങ്കര ആശയമായിപ്പോയി. ഇവർ ആ പട്ടിക്കും പൂച്ചയ്ക്കും വേണ്ടി ഭക്ഷണം ഞാൻ ഉണ്ടാക്കി കൊടുക്കണം. ഈ ഭ്രാന്തൊക്കെയായിട്ട് ഓരോന്നും കയറി വന്നോളും രാവിലെ. ഇവനെയൊക്കെ ഞാൻ എന്ത് ചെയ്യാനാ? അവൻ്റെ ഒരു പട്ടിയും പൂച്ചയും, വേറൊരു പണിയില്ല മനുഷ്യനെ മെനക്കെടുത്താൻ. പുത്രവാത്സല്യം തുടിക്കും ഹൃദയവുമായി മുനിശാപം പേറും ദശരഥൻ പോൽ ബാല്യത്തിൻ തൻ മകന്റെ രക്ഷകനാം സ്വാവിനോടുള്ളിഷ്ടമുള്ളിൽ നിറഞ്ഞന്നു തൊട്ടിന്നോളം സ്വാക്കൾക്കു ഭക്ഷണവുമേന്തി പോകുന്നിതാ യഥാവതനീ. കൊള്ളാം. ഇനി എന്ന് കോംപ്ലിമെന്റ് വരും. നീ ഒന്ന് എവിടെ കൊണ്ടുപോകും? ആകെ ഫ്രീ ആയിട്ട് സാധനം. അപ്പോൾ കനവിൻ്റെ കനലാഴിയിൽ ഏതോ ഒമ്പരം പേറുന്ന പാട്ട്, നിഴലിൻ്റെ നീർമിഴികളിൽ ഏതോ നാൾവഴികൾ തേടുന്ന പാട്ട്, നേരിൻ്റെ പാട്ട്, നന്മയുടെ പാട്ട്,
പാട്ട് നന്മയുടെ പാട്ട് തനിയെ വിതുമ്പുന്ന പാണന്റെ പാട്ട് കനവിൻ്റെ കനലാഴിയിൽ ഏതോ നൊമ്പരം പേറുന്ന പാട്ട് നിഴലിൻ്റെ നീർമിഴികളിൽ ഏതോ നാൾ വഴികൾ തേടുന്ന പാട്ട്